ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ബ്രെഡും ഒക്കെ വെച്ചിട്ട് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ പൊട്ടറ്റോ ബ്രെഡ് ബോൾ അങ്ങനെ നമുക്ക് പറയാം. കാര്യം ബ്രെഡും പൊട്ടറ്റോയും മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പച്ച ഉരുളക്കിഴങ്ങാണ്, നമ്മൾ വേവിച്ചതല്ല. ഇത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വലിയ ഒരു ഹോളിൽ എടുക്കാതെ ചെറിയ ഹോളിലിട്ട് നമുക്ക് നല്ല നൈസായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് ഈ പൊട്ടറ്റോ നമുക്ക് എടുക്കാനായി. ഇത് വേവിച്ചതല്ല, പച്ച പൊട്ടറ്റോ തന്നെയാണ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഇതായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഇത് നല്ല വലിയ സൈസാണ്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴിത് ഞാൻ ആ ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഞാനൊരു വലിയൊരു സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, കറിവേപ്പില, ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 5 ബ്രെഡ് പൊടിച്ച് വെച്ചതാണ്. അപ്പം 5 ബ്രെഡ് ഞാൻ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ചേർത്തതിന് ശേഷം ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു സ്വീറ്റ് ബ്രെഡ്, മധുരമുള്ള ബ്രെഡാണ്. അപ്പോൾ മധുരമുള്ള ബ്രെഡും ഉപ്പും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യും. നമുക്കിതിലേക്കൊരു കുറച്ച് വെജിറ്റബിൾ മസാല, ഒരു 1.5 ടീസ്പൂണോളം വെജിറ്റബിൾ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണോളം വെജിറ്റബിൾ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബീഫ് അങ്ങനെ വരുന്ന നോണിൻ്റെ മസാലയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ബ്രെഡിൻ്റെ ആ ഒരു 5 ബ്രെഡ് പൊടിച്ചതും പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വേവിക്കാത്തതാണ്, പച്ച ഉരുളക്കിഴങ്ങാണ്. പിന്നെ സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, അപ്പോൾ അത് നല്ല ഒരു വെള്ളം അതിൽ നിന്ന് വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ബ്രെഡിൻ്റെ പൊടി നിങ്ങൾക്കിപ്പം യൂസ് ചെയ്തത് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കുക. ഞാനിപ്പോൾ എന്തായാലും 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നല്ല ഒരു നമ്മുടെ ഈ ഉള്ളിവടയുടെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പൊട്ടറ്റോ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഒന്നുകൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട്ലറ്റിനൊക്കെ പരത്തുന്നത് പോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ടിടാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കൂട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിന് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് ജസ്റ്റ് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ടായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ പച്ച പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം 2 സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോയുടെ മിക്സ് കൂടി ഇതുപോലെ വറുത്തെടുക്കാം. അതുപോലെ ഞാനിപ്പം ഇത് 3 എണ്ണം ഞാനിപ്പം റെഡിയാക്കി വന്നപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ പൊട്ടറ്റോയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഞാനങ്ങനെ ഒരു 2 ബ്രെഡും കൂടെ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതനുസരിച്ച് ചെയ്യുക. കാര്യം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ഞാൻ എന്തായാലും ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തുള്ള മിക്സ് തയ്യാറാക്കിയത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി
സെർവിങ് ഡിഷിലോട്ട് മാറ്റി. ഇതിപ്പം കുറച്ച് ഞാൻ പൊട്ടറ്റോ, ഇത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ബ്രെഡും നമ്മൾ ഇതിനകത്ത് കൂടുതൽ കുക്ക് ചെയ്തിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ബ്രെഡ്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. കൂടുതൽ എഫർട്ടൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ചായ ഇടാൻ നേരത്ത് ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.